പ്രിയ കുട്ടികളെ, നമുക്കിന്ന് +2 ഒരു ഇൻട്രസ്റ്റ് ഓൺ ഇപ്പം വരുന്ന എക്സാമിനുള്ള ഒരു പോർഷനാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കാനായിട്ട്. അത് ഒരുപാട് കുട്ടികൾ കൺഫ്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞൊരു സംഭവമാണ് ഞാനിപ്പോൾ നിങ്ങളെ ചെയ്യിപ്പിക്കാൻ പോകുന്നത്. അതായത് ക്യാപിറ്റലിന് നമുക്കറിയാം, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുമ്പോൾ ആ ക്യാപിറ്റൽ ഇൻറ്റു റേറ്റ് ബൈ 100 ഇടയ്ക്ക് വെച്ചാണെങ്കിൽ ആ മാസം നമ്മൾ എടുക്കും. പക്ഷെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരുന്നതേ ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് ആണെങ്കിലോ, ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് എന്ന് പറയണമെന്നില്ല, ക്ലോസിംഗ് ഡേറ്റ് ആണ് തരുന്നെങ്കിൽ അത് ക്യാപിറ്റൽ അറ്റ് എൻഡ് ആണ്. ഇവിടെ നമുക്ക് തന്നേക്കുന്നത് ക്യാപിറ്റൽ ഓഫ് എ ₹34,000 ഓൺ 31st December 2024 ആണ് നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ്. അന്ന് ക്ലോസിംഗ് ഡേറ്റ് ആണ്, ക്ലോസിംഗ് ഡേറ്റിലാണ് നമുക്ക് ക്യാപിറ്റൽ തന്നിരിക്കുന്നത്. അപ്പൊ ക്ലോസിംഗ് ഡേറ്റിൽ ക്യാപിറ്റൽ തന്നാൽ നമുക്ക് അതിന് ഇൻട്രസ്റ്റ് കൊടുക്കാൻ പറ്റുമോ? December 31 ക്യാപിറ്റൽ തന്നാൽ നമുക്ക് അതിന് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത് എങ്ങനെയാ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണമെങ്കിൽ അതിനുള്ള ടെക്നിക്കാണ് ഈ സംഭവം. ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട സംഭവങ്ങൾ, ഡ്രോയിങ്സ് ആഡ് ചെയ്യണം, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം. ഫേമിന് ലോസ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലോസിന്റെ ഇയാളുടെ ഷെയർ, ഒരു പാർട്ട്ണർ മാത്രമായിരിക്കണം എന്നില്ല, പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ പേരുണ്ടല്ലോ. അപ്പോൾ അവരുടെ ഷെയർ എടുത്തിട്ട് ആ ഷെയർ ലോസ് ആണെങ്കിൽ ലോസിന്റെ ഷെയർ നമ്മൾ ആഡ് ചെയ്യണം. പിന്നെയോ പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ മൈനസ് ആണ് ചെയ്യുന്നത്. കണ്ടോ, ഷെയർ ഓഫ് പ്രോഫിറ്റ് ആണെങ്കിൽ മൈനസ് ചെയ്യണം. ഇനി ലെസ് ചെയ്യുന്ന സംഭവങ്ങള്, പാർട്ട്നേഴ്സിന് സാലറി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ മൈനസ് ചെയ്യണം. പാർട്ട്നേഴ്സിന് കമ്മീഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ മൈനസ് ചെയ്യണം. ഇനി റെമ്യൂണറേഷൻ എന്നാണ് പറയുന്നതെങ്കിൽ അത് നമ്മൾ മൈനസ് ചെയ്യണം. അതുപോലെ ഷെയർ ഓഫ് പ്രോഫിറ്റ് മൈനസ് ചെയ്യണം. അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അതും നമ്മൾ മൈനസ് ചെയ്യണം. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ ഫൈനൽ അക്കൗണ്ടിൽ പഠിച്ച സംഭവം, അവിടെ നമ്മൾ എന്താ ചെയ്തേ? അവിടെ നമ്മൾ ക്യാപിറ്റലിന്റെ കൂടെ ഡ്രോയിങ്സ് കുറയ്ക്കാ ചെയ്തല്ലേ. ഇവിടെ എല്ലാം ഓപ്പോസിറ്റ് ആണ് വന്നേക്കണേ. കണ്ടോ, എല്ലാം നമുക്ക് ഓപ്പോസിറ്റ് ആണ് വരുന്നത്. കാരണം എന്താ? ക്ലോസിംഗ് ക്യാപിറ്റൽ വെച്ചാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പൊ നമ്മളെ പ്രോഫിറ്റ് ആണ് നമ്മൾ ഫൈനൽ അക്കൗണ്ട് ചെയ്തപ്പോ ആഡ് ചെയ്തത്, ലോസ് നമ്മൾ മൈനസാ ചെയ്തത്. ഇവിടെ കണ്ടോ, ലോസ് ആണ് ആഡ് ചെയ്യുന്നത്. അവിടെ ഡ്രോയിങ്സ് മൈനസാ ചെയ്തത്, ഇവിടെ ഡ്രോയിങ്സ് നമ്മൾ ആഡ് ചെയ്യാണ്. അപ്പൊ ഇത്രയും നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ കിട്ടും. ഓപ്പണിംഗ് ക്യാപിറ്റൽ കിട്ടിക്കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് 3-4 ലെസ് ചെയ്യേണ്ട സംഭവങ്ങളാണ് കേട്ടോ. ഓപ്പണിംഗ് ക്യാപിറ്റൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതായത് എ എന്നൊരു പാർട്ട്ണറുടെ ക്ലോസിംഗ് ക്യാപിറ്റൽ നമുക്ക് തന്നിട്ടുണ്ട്. അത് 34,000 ആണ്. അപ്പൊ നമ്മൾ എഴുതും ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് എന്ന് പറഞ്ഞ് ആ 2 കോളം പ്രൊവൈഡ് ചെയ്യണം, ഇന്നർ കോളം ഔട്ടർ കോളം. ഔട്ടർ കോളത്തില് ആ എമൗണ്ട് നമ്മൾ എഴുതും. എന്നിട്ട് ആഡും ലെസ്സും നമ്മൾ എഴുതിയിട്ടിട്ട് ആഡിൽ ഏതൊക്കെ വരും നോക്കാം. ഡ്രോയിങ്സ് ഉണ്ട്, അത് ആഡ് ചെയ്യേണ്ട സംഭവമാണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ട്, അതും ആഡ് ചെയ്യേണ്ട സംഭവങ്ങളാണ്. സാലറി ഉണ്ട്, അത് ലെസ് ചെയ്യേണ്ട സംഭവങ്ങളാണ്. പിന്നെ പ്രോഫിറ്റ് ഓഫ് ദ ഫേമിന്റെ പ്രോഫിറ്റ് നമുക്ക് 30,000 തന്നിട്ടുണ്ട്. ഞാനിപ്പോ ഒരു പാർട്ട്ണറുടെ മാത്രമേ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പൊ എ ബി സി 3 പേര്, 2 പേരുള്ള ഫേമാണ്. എയും ബിയും ഉണ്ടെന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോ ബിയുടെ ഞാൻ എയുടെ മാത്രം ഒന്ന് കാണിച്ചു തരുന്നുള്ളൂ. റേഷ്യോ നമുക്ക് തന്നിട്ടില്ലെങ്കിൽ ഈക്വൽ ആയിട്ടാണ് കൊടുക്കേണ്ടതെന്ന് അറിയാം. പാർട്ണർഷിപ്പില് റേഷ്യോ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇൻ ദി ആബ്സെൻസ് ഓഫ് ദി പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, പ്രോഫിറ്റ് എന്നല്ല എല്ലാ സംഭവങ്ങളും കൊടുക്കുകയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈക്വൽ ആയിട്ടായിരിക്കും. അപ്പൊ ഈ തന്നിരിക്കുന്ന പ്രോഫിറ്റിന്റെ ഹാഫ് അത് നമ്മൾ അയാളുടെ പ്രോഫിറ്റ്, ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞ ലെസ് ചെയ്യണയിലേക്ക് എഴുതി. പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് പിന്നെന്താ നോക്കി തന്നേക്കണത് കാൽക്കുലേറ്റ്. പിന്നെ ഇവിടെ അഡീഷണൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു 4,000. അത് ഇൻവെസ്റ്റ് ചെയ്യാൻ ആദ്യം കൊടുത്തിരുന്നില്ല. സാലറി 4,000. പിന്നെ നമുക്ക് തന്നേക്കേണ്ട പ്രോഫിറ്റിന്റെ ഷെയർ ഒരു 15,000 ഉണ്ട്. പിന്നെ നമുക്ക് തന്നേക്കേണ്ട ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാണണം, ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് 4,000. അപ്പൊ അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ട് ഒരു 4,000. അതാണ് ഇവിടെ കാണിച്ചേക്കുന്നത് കേട്ടോ. അഡീഷണൽ ക്യാപിറ്റൽ ഞാൻ അത് എഴുതാൻ വിട്ടുപോയതാണ്. അഡീഷണൽ ക്യാപിറ്റല് ഒരു 4,000.
അപ്പൊ ഇത്രയും സംഭവങ്ങൾ നമ്മൾ ആഡ് ചെയ്തിട്ട് ഇവിടെ നമ്മൾ ഇത് ആഡ് ചെയ്ത് എമൗണ്ട് കോളത്തിലേക്ക് എഴുതണം കേട്ടോ. അപ്പൊ നമുക്ക് 11,000 കിട്ടും. അത് ഇതിന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്തു. ഇതിൽ നിന്ന് ലെസ് ചെയ്യുന്ന സംഭവങ്ങളെല്ലാം നമ്മൾ ഇന്നർ കോളത്തിൽ കൊടുത്തിട്ട് ഇതിന്റെ കാൽക്കുലേഷൻ എല്ലാം കൂടി നമ്മൾ ചെയ്തിട്ട് നമ്മൾ ഇവിടേക്ക് എഴുതും. അപ്പൊ നമുക്ക് 23,000 കിട്ടും. അത് ഈ 45,000 നിന്ന് ആ 23,000 നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ കിട്ടും. ഈ ഓപ്പണിംഗ് ക്യാപിറ്റലിൽ വേണം നമ്മൾ ഇനി എന്ത് ചെയ്യാൻ, ഇൻട്രസ്റ്റ് ക്യാപിറ്റലിന്റെ കണ്ടുപിടിക്കാൻ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഈ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഇത്രയും കാൽക്കുലേഷൻ ചെയ്ത് മക്കള് ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം കേട്ടോ. അപ്പൊ ഇതാണ് അതിന്റെ ഈക്വേഷൻ. ഇനിയുണ്ടല്ലോ, അപ്പൊ ഓപ്പണിംഗ് ക്യാപിറ്റൽ നമുക്ക് ഇതുപോലെ നമ്മൾ കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്മൾ ഇനി ഇൻട്രസ്റ്റ് കൊടുക്കാണ്. ഇനി നമുക്ക് ചിലപ്പോഴേ ചില ക്വസ്റ്റ്യനില് നിങ്ങൾക്കിപ്പോ ഓപ്പണിംഗ് ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് തരാതെ, ഞാൻ വേറൊരു എക്സാമ്പിൾ ചെയ്ത് കാണിക്കാണ്. നിങ്ങൾക്ക് കുട്ടികൾക്ക് ഡൗട്ടുള്ള സംഭവങ്ങളാണ് ഞാൻ ഇവിടെ എഴുതുന്നത്. അതായത് ഇപ്പൊ എ എന്നൊരു പാർട്ട്ണർ, അയാൾ ഫേവിലേക്ക് ഒരു 5 lakh rupees കൊണ്ടുവന്നു. ഓപ്പണിംഗ് ഡേറ്റിലാണ് കേട്ടോ കൊണ്ടുവന്നേക്കണേ, 1/1/2024 ഒരു 1 lakh rupees 5 lakh rupees അയാൾ ഫേമിലേക്ക് കൊണ്ടുവന്നു. ഇനി നമ്മളോട് പറയാണ് എ വിഡ്രോ. ഇനി എക്ക് പൈസയ്ക്ക് ആവശ്യം വന്നപ്പോഴേ എ കുറച്ച് എമൗണ്ട് വിഡ്രോ ചെയ്യാണ്. ഒരു 1 lakh rupees എ വിഡ്രോ ചെയ്തു. വിഡ്രോ ചെയ്തേക്കണത് നമ്മളോട് പറയുന്നത് 1/10 നമുക്ക് തന്നേക്കണേ. അതായത് ഒക്ടോബർ 1-ാം തീയതി ഒരു 1 ലക്ഷം രൂപ അയാൾ വിഡ്രോ ചെയ്തു. വീണ്ടും നമ്മളോട് പറയാണ് അഡീഷണൽ ക്യാപിറ്റൽ, കുറച്ച് അഡീഷണൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യാണ്. അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നേക്കണം നമ്മളോട് പറഞ്ഞേക്കണത് ഒരു 1/7 ആയിരുന്നു എന്ന് വെച്ചോ, 1/7/2024. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇയാളുടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിക്കണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റല് 6% എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മളത് കണ്ടുപിടിക്കണം. അതിനൊരു എളുപ്പ വഴി പറഞ്ഞുതരാം. ഈ ടെക്സ്റ്റിലൊക്കെ പല ടെക്സ്റ്റുകളിലും ചെയ്തേക്കണ മെത്തേഡ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്, കുട്ടികൾക്ക് അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അപ്പൊ ഒരു ഈസി മെത്തേഡ് മക്കൾക്ക് പറഞ്ഞു തരാം. അതായത് ആദ്യം മക്കൾ ചെയ്യേണ്ടത് ഈ 5 lakh rupees അയാള് വിഡ്രോ ചെയ്യുന്ന ഡേറ്റ് വരെ കേട്ടോ. എന്നാ അയാൾ വിഡ്രോ ചെയ്തേക്കണേ 1/10. അപ്പൊ എത്ര മാസം ഉണ്ടായിരുന്നു? 10, 11, 12, 3 മാസം ഉണ്ടായില്ല, 9 മാസം ഉണ്ടായിരുന്നു. അപ്പൊ മക്കൾ ചെയ്യേണ്ടത് ഈ 5 lakh rupees 5 lakh into 6/100 കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ നമുക്ക് എത്ര കിട്ടും? 30,000 എന്ന് കിട്ടും. 5 ലക്ഷം രൂപയ്ക്ക് 30,000 രൂപ ഇൻട്രസ്റ്റ് കിട്ടി. അത് എന്ന് വരെയാ നമ്മൾ കണ്ടേക്കണേ? അല്ല, 6 മാസമല്ല കേട്ടോ, 6 1/10 വിഡ്രോ ചെയ്തേക്കണേ. അപ്പൊ 9 മാസത്തേക്ക്, അതായത് ഒക്ടോബറിലല്ലേ മക്കളെ വിഡ്രോ ചെയ്തേക്കണത്. അപ്പൊ ഒക്ടോബർ വരെ എത്ര മാസം? 9 മാസം. ആ എപ്പോഴും ചെയ്യേണ്ടത് നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. ആ ഓപ്പണിങ്ങിലുള്ള ക്യാപിറ്റലിൽ നിന്ന് വിഡ്രോ ചെയ്ത ക്യാപിറ്റല്, അങ്ങനെ ചെയ്യുമ്പോൾ തെറ്റില്ല കേട്ടോ. വിഡ്രോ ചെയ്ത ക്യാപിറ്റല് എന്നാണോ വിഡ്രോ ചെയ്തേക്കണത് അതുവരെ ഓപ്പണിംഗ് ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കാണാം. അപ്പൊ 5 lakh ഈ 1 ഒക്ടോബറിലാണ് വിഡ്രോ ചെയ്തേക്കണേ 1 lakh. അതുവരെയുള്ള ഇൻട്രസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 45,000 എന്ന് കിട്ടി. 9 മാസത്തേക്ക് ഞാൻ മാസം എടുത്തില്ല, റേറ്റ് എടുത്തില്ല, ഇൻറ്റു 9 മാസത്തേക്ക് തെറ്റിയിട്ട മക്കളെ. 9 മാസം റേറ്റ് 9 എന്നുള്ള ഓർമ്മയിലാണ് എഴുതിപ്പോയത്. അതായത് 5 ലക്ഷം രൂപയ്ക്ക് 9% എന്നുള്ളൊരു ഓർമ്മയിലാണ് ഞാൻ 9/100 എഴുതിയത്. 9 മാസത്തേക്ക് 9/12. അപ്പൊ പീരീഡ് എഴുതുമ്പോൾ എപ്പോഴും 12 കൊടുക്കണം. ഇൻറ്റു എന്ത് ചെയ്യണം? 6%. അപ്പൊ 6% പറഞ്ഞതുകൊണ്ട് ഇൻറ്റു 6/100 കൊടുത്തു. അപ്പൊ നമുക്ക് ഇവിടെ നിങ്ങൾക്ക് ഒരു എമൗണ്ട് കിട്ടും. ഇനി മക്കൾ ചെയ്യേണ്ടത് ഈ 1 lakh വിഡ്രോ ചെയ്ത് കഴിയുമ്പോ ഇനി 4 lakh അല്ലേ അയാൾക്കുള്ളൂ. എന്നാ അയാൾ വിഡ്രോ ചെയ്തേ ഒക്ടോബർ 1. ഒക്ടോബർ 1 മുതൽ
ഇയാളുടെ ക്യാപിറ്റലിന് 4 ലാക്കേ ഉള്ളൂ, 1 ലാക്ക് വിഡ്രോ ചെയ്തു. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് 4 ലാക്കിന് 3 മന്ത്സിലേക്ക് ഒക്ടോബർ, നവംബർ, ഡിസംബർ 3 മാസമാണ്. പിന്നെ ഈ എമൗണ്ട് 6/100 കണ്ടുപിടിക്കണം. ക്ലിയർ ആയോ? അതായത് വിഡ്രോ ചെയ്യുന്ന ഡേറ്റ് വരെ എത്ര മാസം ഉണ്ടോ അത്രയും മാസത്തേക്ക് നമ്മൾ ആദ്യം ഇൻട്രസ്റ്റ് കാണാം. അത് കഴിഞ്ഞ് വിഡ്രോ ചെയ്ത ഡേറ്റ് മുതൽ വിഡ്രോ ചെയ്ത എമൗണ്ട് നമ്മൾ മൈനസ് ചെയ്തിട്ടാ. ഇനി അയാളുടെ കയ്യിൽ 4 ലക്ഷം രൂപയുള്ളൂ, 1 ലക്ഷം രൂപ അയാൾ വിഡ്രോ ചെയ്തു. ആ 4 ലാക്കിന് വേണം പിന്നെ നമ്മൾ ഇത് കണ്ടുപിടിക്കാനായിട്ട്, ഇൻട്രസ്റ്റ് കാണാൻ. അപ്പോൾ 3 മാസത്തേക്കാണത്. എന്തുകൊണ്ടാ? ഈ 4 ലക്ഷം രൂപ ഇനി 1 ലക്ഷം വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 4 ലക്ഷം രൂപയുള്ളൂ. അതിന് 3 മാസത്തേക്കാണ് അത് വരുന്നത്. അതായത് ഒക്ടോബർ, നവംബർ, ഡിസംബർ. 5 ലക്ഷം രൂപയ്ക്ക് നമ്മൾ 9 മാസത്തെ ഇൻട്രസ്റ്റ് കൊടുത്തു. ഇനി അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ട്. അതെത്രയാ? അഡീഷണൽ ക്യാപിറ്റൽ എമൗണ്ട് മാഞ്ഞു പോയി. അയാൾ ഒരു 20,000 റുപ്പീസ് അല്ല 2 ലാക്ക് അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ട്. അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നേക്കുന്നത് ജൂലൈ 1 അപ്പൊ നമ്മൾ അതിനും ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം. അതായത് 2 ലാക്കിന് എത്ര മാസം ഉണ്ടെന്ന് നോക്കിയേ. 1/7 അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നേക്കണേ. അപ്പോ ജനുവരി ആണ് ഓപ്പണിംഗ് ഡേറ്റ്. അപ്പോ 1/7 എന്ന് പറയുമ്പോൾ ജൂലൈ മുതൽ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 6 മാസം. 6 മാസത്തേക്ക് അയാൾക്ക് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ 6/12 ഇൻറ്റു റേറ്റ് 6/100. അപ്പോൾ ഈ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം. അങ്ങനെ ഇത് 3ഉം കൂടി കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടും. അപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാണാൻ ഒട്ടുമിക്കവാറും ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരും. അതായത് ഇടയ്ക്ക് വെച്ച് വിഡ്രോ ചെയ്യണത്, അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരുന്നത്. അപ്പൊ സുഖമായിട്ട് ചെയ്യാം. അതായത് ടെക്സ്റ്റ് ചെയ്തേക്കണം, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന മെത്തേഡാണ്. സുഖമായിട്ട് മക്കൾക്ക് ചെയ്യാം. എങ്ങനെയാ? ആ കൊണ്ടുവന്നിരിക്കുന്ന ക്യാപിറ്റലിന്റെ ഓപ്പണിംഗ് ക്യാപിറ്റലിന് മക്കള് അയാൾ വിഡ്രോ ചെയ്യുന്നവരെ എത്ര മാസം ഉണ്ടെന്ന് നോക്കാം. അത്രയും വരെ, ആ വിഡ്രോ ചെയ്യുന്നവരെയുള്ള മാസം നമ്മൾ കൊടുക്കാം ആ ഓപ്പണിംഗ് ക്യാപിറ്റലിന്. അത് കഴിഞ്ഞിട്ട് വിഡ്രോ ചെയ്ത ഡേറ്റ് മുതൽ എത്ര മാസം ഉണ്ട്? 3 മന്ത്സ്. അതിന് 1 ലാക്ക് നമ്മൾ മൈനസ് ചെയ്തു, കാരണം അയാൾ വിഡ്രോ ചെയ്തു. ഇനി 5 ലാക്ക് ഇല്ല, 4 ലാക്കേ ഉള്ളൂ. 4 ലാക്കിന് നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമ്മൾ അയാളുടെ അഡീഷണൽ ക്യാപിറ്റലിന് അയാൾ കൊണ്ടുവന്നിരിക്കുന്ന ഡേറ്റ് മുതൽ ക്ലോസിംഗ് ഡേറ്റ് വരെ 6 മാസമാണ്. അതിന് നമ്മൾ അഡീഷണൽ ആയിട്ട് ഉള്ള ക്യാപിറ്റലിന് നമ്മൾ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്തു. അപ്പൊ നമുക്ക് മൊത്തത്തിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടും. അപ്പൊ ഇതാണ് എളുപ്പ വഴി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാണാൻ. പിന്നെ ഓപ്പണിംഗ് ക്യാപിറ്റൽ തരാത്ത കേസിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈക്വേഷനിൽ കൂടി മക്കൾ ചെയ്തു പോണം. അപ്പൊ നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ കിട്ടും. ഓപ്പണിംഗ് ക്യാപിറ്റൽ കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് അതിന് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അവിടെയും അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ഓപ്പണിംഗ് ക്യാപിറ്റലിന് നമ്മൾ പറഞ്ഞിരിക്കുന്ന റേറ്റ് വെച്ച് ചെയ്യാം ഫുൾ ഇയറിലേക്ക്. അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അഡീഷണൽ ക്യാപിറ്റൽ എന്നാണോ കൊണ്ടുവന്നിരിക്കുന്നത് അന്ന് മുതൽ ക്ലോസിംഗ് ഡേറ്റ് വരെ എത്ര മാസം ഉണ്ടോ അത് /12 കൊടുക്കാൻ മറക്കരുത്. എന്നിട്ട് റേറ്റ് /100 കൊടുക്കണം. അപ്പൊ നമുക്ക് ആ മെത്തേഡിലും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടും. ഇനി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ഉണ്ടാകും ഈ എക്സാമിന് കേട്ടോ. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് പല മെത്തേഡുണ്ട്. അത് ഞാൻ ക്ലാസ് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ ക്ലാസ്സിൽ കിട്ടും നിങ്ങൾക്ക്. പല മെത്തേഡിലുണ്ട്. ക്വാർട്ടർ ഉണ്ട്, ഹാഫ് ഇയർലി ഉണ്ട്, ഇയർലി ഉണ്ട്. പല മെത്തേഡിൽ പല ഡേറ്റിൽ പല എമൗണ്ട് വിഡ്രോ ചെയ്യുന്നതുണ്ട്. എല്ലാ മാസത്തിന്റെ ബിഗിനിങ്ങിൽ സെയിം എമൗണ്ട് വിഡ്രോ ചെയ്യണത്. അങ്ങനെ പല മെത്തേഡ് ഉണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ക്ലാസ്സുകൾ ഞാൻ അതിന്റെ ക്വസ്റ്റ്യൻ അടുത്ത ദിവസം തരുന്നതായിരിക്കും. അപ്പോൾ അതൊന്ന് ഏത് മെത്തേഡൊക്കെ യൂട്യൂബ് ചാനലിൽ ഒന്ന് നോക്കി മനസ്സിലാക്കിക്കോളൂ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ.